കോഴിക്കോടും പ്രതിഷേധം സമാനമായി തന്നെ തുടരുകയാണ്. CPIM ഡിവൈഎഫ്ഐ പ്രവർത്തകർ നഗരത്തിൽ പ്രതിഷേധ പ്രവർത്തനം നടക്കുകയാണ്. ഇപ്പോൾ സരീഷ് PK ചേരുന്നു കോഴിക്കോട് നിന്ന്. സരീഷ്, കോഴിക്കോട്ടെ പ്രതിഷേധം ഏത് രീതിയിലാണ്? കണ്ണൂരിലൊക്കെ വലിയ തരത്തിൽ അത് ഒരു അക്രമ സംഭവങ്ങളിലേക്ക് മാറിയിരിക്കുന്നു. ഇപ്പോൾ കോഴിക്കോടും പ്രതിഷേധം തുടരുകയാണ്. യുടെയും പ്രതിഷേധ പ്രകടനങ്ങൾ പൂർത്തിയായി. ഇപ്പോൾ CPIMന്റെ നേതൃത്വത്തിൽ നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടക്കുകയാണ്. ഒരു തരത്തിലും ന്യായീകരിക്കാനാവാത്ത ഗുരുതരമായ പ്രകോപനമാണ് KSU പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അത്തരത്തിൽ പ്രവർത്തനം നടത്തിയ ഒരാളും ഇനി റോഡിലിറങ്ങി നടക്കില്ല എന്നുൾപ്പെടെയുള്ള പ്രകോപനപരമായ മുദ്രാവാക്യങ്ങളാണ് ഇപ്പോൾ മുഴക്കുന്നത്. അത്തരത്തിലുള്ള പ്രതിഷേധവുമായാണ് ഈ മുൻ ജില്ലാ സെക്രട്ടറി മോഹൻ, അതോടൊപ്പം തന്നെ നിലവിൽ CPM ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധം നടക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പം മുൻ ജില്ലാ സെക്രട്ടറി മോഹൻ ഉൾപ്പെടെയുള്ളവർ ചേരുകയാണ്. ഈ ന്യായീകരിക്കാനാവാത്ത ഒരു കാര്യം അതാണ് കണ്ണൂർ എങ്ങനെയാണ് CPM ഇതിനെ കാണുന്നത്? CPM കാണുന്നത് വളരെ സ്പഷ്ടമായി പാർട്ടി നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് എല്ലാ തരത്തിലും ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം UDF മറ്റ് യാതൊരു വഴിയുമില്ലാതെ കേരളത്തിൽ അക്രമം അഴിച്ചുവിടാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ടാണ് ചരിത്രത്തിൽ ആദ്യമായി ഒരു വനിതാ മന്ത്രിയെ കയ്യേറ്റം ചെയ്യുന്നത്. ഒരു തരത്തിലുള്ള അക്രമം നടന്നിട്ടില്ല എന്നുള്ളതാണ് സതീശന്റെ വിശദീകരണം. അതൊക്കെ പറയൂ, നടക്കുന്നത് അതാണെന്ന് പറയൂ. എന്തായാലും വലിയ പ്രതിഷേധം വ്യാപകമായി സംസ്ഥാന വ്യാപകമായി നടക്കുന്നുണ്ട്. അത്തരത്തിലുള്ള പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ CPMന്റെ ഭാഗമായി ഇപ്പോൾ നൂറുകണക്കിന് പ്രവർത്തകർ, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, നൂറുകണക്കിന് പ്രവർത്തകർ ഈ പ്രതിഷേധ പ്രകടനത്തിന്റെ ഭാഗമായി മുൻനിരയിൽ തന്നെയുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. കോഴിക്കോട് നഗര ഹൃദയത്തിലാണ് ഇപ്പോൾ ഈ പ്രകടനം എത്തി നിൽക്കുന്നത്. നൂറുകണക്കിന് പ്രവർത്തകർ യൂത്ത് കോൺഗ്രസിന്റെയും KSയുടെയും പ്രവർത്തകരെ ഈ നഗരത്തിലേക്ക് ഇറങ്ങാൻ അനുവദിക്കില്ല, അല്ലെങ്കിൽ സംസ്ഥാന വ്യാപകമായി അത്തരത്തിലുള്ള പ്രതിഷേധം അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകും. സരീഷ്, സാധാരണ ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ് ഇത്തരത്തിൽ ഉള്ള പ്രതിഷേധമെല്ലാം നമ്മൾ കാണുന്നത്. സാധാരണഗതിയിൽ അത് ഭരണപക്ഷത്തിനെതിരെ ഒരു പ്രതിഷേധമാണ് സാധാരണഗതിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഈ പ്രതിപക്ഷത്തിനെതിരെ ഭരണപക്ഷത്തുള്ള പാർട്ടികൾക്ക് പ്രതിഷേധം നടത്താനുള്ള ഒരു സാഹചര്യമായി ഈ കരിങ്കൊടി പ്രതിഷേധം മാറി. തീർച്ചയായും, കാരണം ഏതെങ്കിലും രീതിയിൽ മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ള ഒരു അല്ലെങ്കിൽ മന്ത്രിക്കെതിരെയുള്ള ഒരു സമരം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിക്ക് കണ്ണൂരിൽ തന്നെ ഉണ്ടായ ഒരു അക്രമ സംഭവമായിരുന്നു. പക്ഷേ അതിന് പിന്നാലെ അന്ന് അത് രാഷ്ട്രീയപരമായി വലിയ സമരങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെ സംസ്ഥാന വ്യാപകമായി നടക്കുന്ന ഒരു ഘട്ടമായിരുന്നു. പക്ഷേ ഇത്തവണ ഒരുപക്ഷെ കരിങ്കൊടി പ്രതിഷേധം എന്ന നിലയിലാണ് ഇന്നെല്ലാം തന്നെ പല ഭാഗങ്ങളിലും നടന്നത്. ഇതിനു മുൻപ് ഈ മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് തന്നെ റീത്ത് വെച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധം, ഒരുപക്ഷെ CPM ആരോപിക്കുന്നത് പോലെ കൃത്യമായി ആരോഗ്യമന്ത്രിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു സമരമാണ് ഇവരെല്ലാം തന്നെ നടത്തുന്നത് എന്ന് കൃത്യമായി നേരത്തെ തന്നെ CPM പറഞ്ഞിരുന്നു. ആ ആരോപണം ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ ശാരീരികമായൊരു അതിക്രമം കൂടി KSയുവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. അവർ കൃത്യമായി പറയുന്നത് ഇതൊരു ഒളിച്ച സമരമാണ്, അതായത് ഒരിക്കലും പരസ്യമായി രംഗത്ത് വന്നുകൊണ്ടുള്ള ഒരു സമരമല്ല, പകരം ഒളിച്ചു നിൽക്കുന്നു. അതിനുശേഷം കൃത്യമായി മന്ത്രി എത്തുമ്പോൾ അവർക്ക് നേരെ പ്രതിഷേധവുമായി എത്തുന്നു, അവരെ ആക്രമിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അത് കൃത്യമായി നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിട്ടുള്ള, അത് നേരത്തെ തന്നെ തയ്യാറാക്കിയിട്ടുള്ള സ്ക്രിപ്റ്റിൻ്റെ ഭാഗമായാണ് അത്തരത്തിലുള്ളൊരു സമരം നടന്നത്. അതിനെ സമരം എന്ന് പോലും വിളിക്കാനാകില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. അത്തരത്തിലുള്ള പ്രതിഷേധം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ പ്രകോപനപരമായ രീതിയിലേക്ക് പ്രതിഷേധം മാറുന്നത്. കാരണം നേരത്തെ ഒരു കോൺഗ്രസിന്റെ ഫ്ലക്സ് ഇവിടെ ഉണ്ടായിരുന്നു, ആ ഫ്ലക്സ് വലിച്ചു കീറിയതാണ് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കണ്ടത്. അത്തരത്തിലുള്ള പ്രതിഷേധം സമാധാനപരമായിരിക്കണം എന്നുള്ളതായിരുന്നു ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ആഹ്വാനം ചെയ്തത്. ഒരു തരത്തിലുള്ള പ്രകോപനങ്ങളിലേക്കും പോകരുത്, കാരണം CPMന്റെ മന്ത്രിയാണ് ആക്രമിക്കപ്പെട്ടിരിക്കുന്നത്. ജനങ്ങൾക്കിടയിൽ അത് കൃത്യമായി എന്താണ് സംഭവിച്ചത് എന്ന് തുറന്ന്
കാട്ടുക എന്നുള്ളതായിരുന്നു CPM തന്നെ തീരുമാനിച്ചിരുന്നത്. ഒരു തരത്തിലുള്ള പ്രകോപനവും പാടില്ല എന്നുള്ള സംസ്ഥാന വ്യാപകമായി ഒരു തരത്തിലുള്ള പ്രകോപനവും പാടില്ല എന്ന് കൃത്യമായി നേതൃത്വം പ്രവർത്തകരെ അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ അല്ലെങ്കിൽ കോഴിക്കോടായാലും മറ്റു ജില്ലകളിലായാലും ഒരു തരത്തിലുള്ള പ്രകോപനവും, അത് ഫ്ലക്സ് കീറുന്നതാവട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലൊരു പ്രകോപനവും പാടില്ല എന്നുള്ളതാണ്. പക്ഷേ നേരത്തെ ചിലയിടങ്ങളിൽ, നേരത്തെ മുക്കം ഉൾപ്പെടെയുള്ള മേഖലകളിൽ പ്രകടനം നടത്തിയ DYFI പ്രവർത്തകർ അവിടെ ഉണ്ടായിരുന്ന പുതുയുഗ യാത്രയുടെയും അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെയും ഒക്കെ ഫ്ലക്സുകൾ വലിച്ചു കീറുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്തായാലും വലിയ പ്രകോപനം, കാരണം അത് സ്വാഭാവികമാണ്. പ്രവർത്തകർക്കിടയിലേക്ക് അത്രത്തോളം ആവേശമുണ്ടാകും, അത്രത്തോളം പ്രകോപനമുണ്ടാകും. കാരണം ഒരു മന്ത്രി എന്ന രീതിയിൽ അവരുടെ ഒരു മന്ത്രിയെ പ്രതിഷേധിക്കുന്നു, പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ആക്രമിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായുള്ളൊരു പ്രതികരണം എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും വലിയ പ്രതിഷേധം സംസ്ഥാന വ്യാപകമായി ഉണ്ടാകും. നേരത്തെ DYFIയുടെ പ്രതിഷേധത്തിലും SFIയുടെ പ്രതിഷേധത്തിലുമെല്ലാം നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുക്കുന്നത് നമ്മൾ കണ്ടതാണ്. സമാനമായ ഒരു സാഹചര്യത്തിലേക്കാണ് CPIMൻ്റെ പ്രതിഷേധവും എത്തുന്നത്. കാരണം ഇത് കോഴിക്കോട് നഗരഹൃദയത്തിലേക്ക്, പുതിയ ബസ് സ്റ്റാൻഡ് സമീപത്തേക്ക് നീക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ നഗരത്തെ സ്തംഭിപ്പിച്ചുകൊണ്ട് ഈ പ്രതിഷേധം മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. അവർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നത് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഈ കാര്യത്തിൽ ഉണ്ടാകില്ല. ഈ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമ്പോൾ പോലും നിയമപരമായി എത്രത്തോളം മുന്നോട്ട് പോകാനാകുമോ ആ നിയമപരമായി പോകും, അതോടൊപ്പം തന്നെ രാഷ്ട്രീയപരമായി ഈ വിഷയത്തെ നേരിടും എന്നുള്ളതായിരുന്നു. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ പ്രതിഷേധവും. ആ പ്രതിഷേധത്തിനിടയിൽ മുദ്രാവാക്യം നമുക്ക് കേൾക്കാം. ആ മുദ്രാവാക്യം കൃത്യമായി ആ മുദ്രാവാക്യത്തിൽ പറയുന്നത് നമ്മൾ കാണുന്നത് ഇപ്പോൾ ഏതാണ്ട് പുതിയ ബസ് സ്റ്റാൻഡിന് അടുത്തേക്ക് ഈ പ്രവർത്തകർ എത്തുന്നുള്ളതാണ്. ആ പ്രവർത്തകരുടെ എണ്ണം എത്രത്തോളമാണ് ഈ നഗരത്തെ. സരീഷ്, ഇന്ന് രാവിലെ മുതൽ ഈ പ്രതിഷേധം ഉണ്ടായ പശ്ചാത്തലത്തിലൊക്കെ മന്ത്രി വീണ ജോർജ് തന്നെ ഈ പരിപാടിയിൽ തന്നെ ഇതിനൊക്കെ മറുപടി നൽകുന്നുണ്ടായിരുന്നു. ഇതൊക്കെ ഈ കരിങ്കൊടിയൊക്കെ ഒരു പൂമാല പോലെയാണ് സ്വീകരിക്കുന്നത് എന്ന തരത്തിൽ ഈ പ്രതിഷേധക്കാർക്ക് മറുപടി പറഞ്ഞു തന്നെയാണ് പോയത്. പക്ഷേ ഈ പ്രതിഷേധം അത് കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ ആ വീട് കയറിയുള്ള പ്രതിഷേധം തന്നെ വലിയ തരത്തിൽ ഒരു പ്രകോപനം ഉണ്ടാക്കിയിരുന്നു. ആ തരത്തിൽ തന്നെ അപലപിക്കേണ്ട പ്രതിഷേധം ആ അർത്ഥത്തിൽ പറയുന്നതിന് പകരം അത് വീണ്ടും ഈ തരത്തിലൊരു അതിക്രമത്തിലേക്ക് മാറിയത് അത് സത്യത്തിൽ ഇത് രാഷ്ട്രീയത്തിന് അത്ര നല്ലതല്ല. കാരണം എല്ലാ തരത്തിലും പരസ്പരം വാഗ്വാദങ്ങളിലേക്ക് പോകുന്നു, പരസ്പരം അതിക്രമങ്ങളിലേക്ക് പോകുന്നു. കണ്ണൂരിൽ നമ്മൾ അല്പസമയം മുമ്പ് കണ്ടത് ഈ പാർട്ടി ഓഫീസിലേക്ക് കടന്നു കയറുന്ന തരത്തിലേക്ക് ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇത് ഏത് തരത്തിൽ തടയുമെന്നതാണ് ഇനി അറിയേണ്ടത്. കാരണം ഈ അർത്ഥത്തിൽ രണ്ട് പ്രസ്ഥാനങ്ങളും, അത് CPIM ആകട്ടെ കോൺഗ്രസ് ആകട്ടെ, പരസ്പരം ഈ അർത്ഥത്തിൽ ഈ വാഗ്വാദങ്ങളുമായി പോകുന്നത് അത് നമ്മുടെ രാഷ്ട്രീയത്തിനും അത്ര നല്ലതുമാകില്ല. അക്ഷരാർത്ഥത്തിൽ, കാരണം രാഷ്ട്രീയപരമായി നേരിടുക, അത് പ്രത്യയശാസ്ത്രപരമായും അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ വെല്ലുവിളികളൊക്കെ എപ്പോഴും നടത്താറുണ്ട്. ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടാകാറുണ്ട്. ഏതെങ്കിലും വിഷയവുമായി ബന്ധപ്പെട്ട് പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുകയും അതിന് ഏതെങ്കിലും രീതിയിലുള്ള സമരങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കേരളത്തിൽ പലതവണ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ അതൊന്നും തന്നെ കായികപരമായി മാറുന്നത് നമ്മൾ മുൻപ് കണ്ടിട്ടില്ലാത്തതാണ്. പ്രത്യേകിച്ച് ഒരു വനിതാ മന്ത്രിക്ക് നേരെ മറ്റ് ആരോപണങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ നേരത്തെ മന്ത്രി തന്നെ പല തവണയായി ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. അത്തരത്തിൽ പ്രതിഷേധങ്ങൾ നടത്തുന്നതിൽ ആരും തന്നെ അതിനൊരു ഭാഗത്ത് വീഴ്ചയുണ്ട് അല്ലെങ്കിൽ അതൊരു തെറ്റാണ് എന്ന് പറയുന്നില്ല. പക്ഷേ അപ്പോഴും കായികപരമായി ഒരാളെ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ അത് ശാരീരികമായി മാറുമ്പോഴാണ് അതിന് വലിയ പ്രതിസന്ധിയായി മാറുന്നത്. കാരണം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഈ മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് മാർച്ച് നടത്തുന്നു. ആ മാർച്ചിൽ അന്ന് മന്ത്രി ഇല്ലാത്തതിനാൽ മാത്രമാണ് സമാനമായൊരു സാഹചര്യം അവിടെ ഇല്ലാതിരുന്നത് എന്ന് വ്യക്തമാണ്. അല്ലെങ്കിൽ ആ വീട്ടിൽ ഔദ്യോഗിക വസതിയിൽ അന്ന് മന്ത്രി ഉണ്ടായിരുന്നെങ്കിൽ സമാനമായൊരു സാഹചര്യം അന്നുണ്ടാവുമായിരുന്നു. അന്ന് തന്നെ CPMൻ്റെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ പറഞ്ഞതാണ് ഇത് ടാർഗറ്റഡ് സമരമാണ്. ആരോഗ്യമന്ത്രിയെ കൃത്യമായി ലക്ഷ്യം വെച്ചുകൊണ്ട് ആരോഗ്യമന്ത്രിയുടെ പ്രവർത്തനത്തെ ഇകഴ്ത്തിക്കാട്ടുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെ കോൺഗ്രസ് VD സതീശൻ, പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നേതൃത്വത്തിൽ ടാർഗറ്റഡ് സമരമാണ് നടത്തുന്നത് എന്ന് CPM വലിയ പ്രതിഷേധമാണ് സംസ്ഥാനമാകെ തന്നെ നടക്കുന്നത്.